Hello students, MG University 4th semester Complementary Mathematics for Physics and Chemistry and also for Geology. കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം. ആകെ 3 എക്സാമാണ് CBCS എന്ന സിലബസിൽ 4th സെമ്മിൽ നടന്നത്. ആ 3 ക്വസ്റ്റ്യൻ പേപ്പറും നമുക്കൊന്ന് നോക്കാം. 4th സെമ്മിൽ കോംപ്ലിമെൻ്ററി മാത്തമാറ്റിക്സ് പഠിക്കാനുള്ളത് ഫൊറിയർ സീരീസ്, ലാപ്ലേസ് ട്രാൻസ്ഫോം ആൻഡ് കോംപ്ലക്സ് അനാലിസിസ്. പേപ്പറിൻ്റെ കോഡ് അറിയാം, MM4CM T01. ഇറ്റ് ഈസ് കോമൺ ഫോർ BSc Physics, BSc Chemistry and BSc Geology. ഇപ്പം ആകെ 3 എക്സാമാണ് ഈ സിലബസിൽ 4th സെമ്മിൽ നടന്നത്. അപ്പം നമുക്ക് അത് നോക്കാം. ഓൾറെഡി 2019 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വിശദമായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാനത് ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ഇട്ടേക്കാം. ഇപ്പോൾ ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അല്ല. നിങ്ങളുടെ എക്സാം ഇപ്പോഴത്തെ ടൈം ടേബിൾ അനുസരിച്ച് നവംബർ പകുതി ഏറ്റവും ലാസ്റ്റ് എക്സാമാണ്. പഠിക്കാൻ 2-3 ദിവസം സമയമുണ്ട് മാത്സിന്. അപ്പം ജസ്റ്റ് ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് വെക്കുക. നമുക്ക് നല്ല മാർക്ക് വാങ്ങിക്കണം. കാരണം കോവിഡ് സ്പെഷ്യൽ പാറ്റേൺ ആണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ്, കുറേ മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നല്ല മാർക്ക് എല്ലാവരും വാങ്ങിക്കുക. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടണം. ഇനി ഇതിനൊരു ഇമ്പ്രൂവ്മെൻറ്റോ സപ്ലിയോ വന്നാൽ അതിനി അടുത്ത വർഷം, അതിൻ്റെ റിസൾട്ട് അതിൻ്റെ അടുത്ത വർഷം. അന്നേരം ചിലപ്പോൾ ഈ പാറ്റേൺ ഒന്നും അല്ല, നോർമൽ പാറ്റേൺ ആയിരിക്കും ഇമ്പ്രൂവ്മെൻറ്റ് സപ്ലൈ ഒക്കെ. അതുകൊണ്ട് ഇപ്പം മാക്സിമം മാർക്ക് വാങ്ങിക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് നോക്കാം. നമുക്ക് 4 മോഡ്യൂളാണ് പഠിക്കാനുള്ളത്. എർവിൻ ക്രൈസിങ്ങിൻ്റെ അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 8th എഡിഷൻ ആണ് നിങ്ങളുടെ സിലബസിലുള്ള പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ്. മൊഡ്യൂൾ 1-നകത്ത് ഫൊറിയർ സീരീസ് ആൻഡ് ലെജൻഡഡ് പോളിനോമിയൽസ്. സെക്കൻഡ് മോഡ്യൂളിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം. തേർഡ് മോഡ്യൂളിൽ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ഫങ്ഷൻസും. ഫോർത്ത് മോഡ്യൂളിൽ കോംപ്ലക്സ് ഇൻ്റഗ്രേഷനുമാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ അറിയാം. അതായത് ഫൊറിയർ സീരീസ് ആൻഡ് ലെജൻഡഡ് പോളിനോമിയലിനകത്ത് പാർട്ട് എയിൽ 2 ചോദ്യം, പാർട്ട് ബിയിൽ 2 ചോദ്യം, പാർട്ട് സിയിൽ 1 ചോദ്യം. രണ്ടാമത്തെ മോഡ്യൂളായ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ പാർട്ട് എയിൽ 3 ചോദ്യം, പാർട്ട് ബിയിൽ 2 ചോദ്യം, പാർട്ട് സിയിൽ 1 ചോദ്യം. മൂന്നാമത്തെ മോഡ്യൂളായ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ഫ്രാക്ഷൻസ് പാർട്ട് എയിൽ 4 ചോദ്യം, പാർട്ട് ബിയിൽ 3 ചോദ്യം, പാർട്ട് സിയിൽ 1 ചോദ്യം. അതേപോലെ തന്നെ ഫോർത്ത് മോഡ്യൂൾ കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ പാർട്ട് എയിൽ 3 ചോദ്യം, പാർട്ട് ബിയിൽ 2 ചോദ്യം, പാർട്ട് സിയിൽ 1 ചോദ്യം. നിങ്ങളിത് നോക്കുമ്പോൾ തന്നെ ലാസ്റ്റ് 2 മോഡ്യൂളാണ് കോംപ്ലക്സ് അനാലിസിസ്. ആ 2 മോഡ്യൂളിലൂടെ പാർട്ട് എയിൽ 7 ചോദ്യമുണ്ട്, പാർട്ട് ബിയിൽ 5, പാർട്ട് സിയിൽ 2. നിങ്ങൾക്ക് ഇപ്പോഴത്തെ പാറ്റേൺ അനുസരിച്ച് പാർട്ട് എയിൽ 6 മതി. ഈ ലാസ്റ്റ് 2 മോഡ്യൂളിലൂടെ 7 ക്വസ്റ്റ്യൻ ഉണ്ട്. അതേപോലെ തന്നെ പാർട്ട് ബിയിൽ 4 ചോദ്യം മതി. ഇവിടെ 5 ചോദ്യമുണ്ട്. പാർട്ട് സിയിൽ 2 ചോദ്യമുണ്ട്. 3 ചോദ്യം വരെ അറ്റൻഡ് ചെയ്യാം. പക്ഷേ 2 ചോദ്യം ഫുൾ മാർക്ക് കിട്ടിയാൽ നമുക്ക് 30 മാർക്ക് കിട്ടും. അപ്പോൾ കോംപ്ലക്സിൻ്റെ ചാപ്റ്റർ ഒന്ന് പഠിക്കുക. പിന്നെ ഫൊറിയർ, ലാപ്ലേസ് ഒക്കെ പ്രോബ്ലം സെക്ഷനാണ്. നിങ്ങൾ അത് പഠിക്കാൻ പറ്റുന്നതൊക്കെ പഠിക്കുക. ഏതായാലും നല്ല മാർക്ക് എല്ലാവരും വാങ്ങിക്കണം. അപ്പം നമുക്ക് നോക്കാം. 2019 നടന്ന പരീക്ഷ, അതായത് 2017 ഈ സിലബസ് വന്നത്. ആ കുട്ടികൾ 4th സെം പരീക്ഷ എഴുതുന്നത് മെയ് 2019. അപ്പോൾ അതിലെ പാർട്ട് എയിലെ ചോദ്യമാണ് നമുക്ക് നോക്കുന്നത്. പ്രൂവ് ദാറ്റ് ദ സം ഓഫ് ഈവൻ ഫങ്ഷൻസ് ആർ ഈവൻ. അപ്പോൾ ഈവൻ ഫങ്ഷൻ എന്ന് വെച്ചാൽ എന്താ? എഫ് എന്ന് പറയുന്നത് ഒരു ഫങ്ഷൻ, അത് ഈവൻ ഫങ്ഷനാന്ന് പറയുന്നത് എപ്പോഴാണ്? f(-x) = f(x). ഓക്കെ, അപ്പോൾ 2 ഈവൻ ഫങ്ഷൻ്റെ സമ്മ് ഈവൻ ആണ്. അപ്പോൾ 2 ഫങ്ഷൻ എടുക്കുക. ലെറ്റ് എഫ് ആൻഡ് ജി ബി 2 ഈവൻ ഫങ്ഷൻ. അപ്പോൾ എന്താ പറയുക? f(-x) = f(x)ഉം g(-x) = g(x)ഉം. ഇനി അതിൻ്റെ സമ്മ് f+g(-x) നമുക്ക് എന്തോ എഴുതാം? f(-x) + g(-x). ഇനി അതെന്തുവാ? f(x) + g(x), അതെന്തുവാ? f+g(x). അപ്പം നമുക്ക് f+g ഈവൻ ആണെന്ന് കിട്ടി. അങ്ങനെ ആ രീതിയിലാണ് അത് ചെയ്യുന്നത്. ഞാൻ എല്ലാ ക്വസ്റ്റ്യനും ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഒരു മെത്തേഡ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തുകയാണ് ഉദ്ദേശം. ഡിഫൈൻ പവർ സീരീസ് ആൻഡ് ഇറ്റ്സ് സെൻറ്റർ. ഇഫ് ദ സെൻറ്റർ ഈസ് 0, റൈറ്റ് ദ പവർ സീരീസ്. പവർ സീരീസ് നിങ്ങൾ അറിയാം. f(x) = σ n = 0 to ∞.
an into x minus x naught the whole raised to n. അവിടെ x naught ആണ് സെൻറ്റർ. അവിടെ x naught 0 ആകുമ്പോൾ സിഗ്മ an x raised to n ആവും. അത് എഴുതിയാൽ മതി. ഇവാലുവേറ്റ് L of t സ്ക്വയർ, അത് ഇക്വേഷൻ ഉണ്ട്. L of t raised to n ൻ്റെ ഇക്വേഷൻ ഉണ്ട്. ആ n-ന് 2 എടുക്കുമ്പോൾ L of t സ്ക്വയർ കിട്ടും. അത് ലാപ്ലേസിലെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് L ഇൻവേഴ്സ് ഓഫ് 1 by s സ്ക്വയർ പ്ലസ് 4s. നിങ്ങൾക്ക് അതിനെന്താ എഴുതാം, 1 by s ഇൻറ്റു എസ് പ്ലസ് 4 എന്ന് എഴുതാം. എന്നിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ അതൊക്കെ ചെയ്ത് വെച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, അത് ട്രൈ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യനും റൈറ്റ് L of t ക്യൂബ് f of t യൂസിങ് ദ ഡെറിവേറ്റീവ് ഓഫ് L of f of t. അടുത്ത ക്വസ്റ്റ്യൻ, അപ്പോൾ ആ 5 ക്വസ്റ്റ്യൻ ആണ് ആദ്യത്തെ 2 മോഡ്യൂൾ. അടുത്ത 7 ക്വസ്റ്റ്യൻ ആണ് ലാസ്റ്റ് 2 മോഡ്യൂൾ, അതായത് കോംപ്ലക്സിൽ. അത് കുറച്ചുകൂടെ ഈസിയാണ്. ഓക്കെ, ഫൈൻഡ് ദ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് z1 z2 വെയർ z1 ഈസ് ഇക്വൽ ടു 8 മൈനസ് 3i ആൻഡ് z2 ഈക്വൽ 9 പ്ലസ് 2i. അപ്പോൾ z1 z2 ഉണ്ട്. അപ്പോൾ z1 ഇൻറ്റു z2 രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിനകത്ത് റിയൽ പാർട്ട് ഏതാണ്, ഇമാജിനറി പാർട്ട് ഏതാണ് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് 1 by z വെയർ z ഈക്വൽ ടു 4 മൈനസ് 5i. അപ്പോൾ 1 by z എന്താണ്, 1 by 4i മൈനസ് 5i. അപ്പോൾ എന്നാ ചെയ്യും, 4 പ്ലസ് 5i കൊണ്ട് മേലും താഴെ ഇൻറ്റു ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എഴുതും. നെക്സ്റ്റ്, റെപ്രസെൻറ്റ് z ഈസ് ഇക്വൽ ടു -2 പ്ലസ് 2i ഇൻ ദ പോളാർ ഫോം. അപ്പോൾ നിങ്ങളിത് കാർട്ടീഷ്യൻ കോർഡിനേറ്റിനകത്ത് നിങ്ങളിത് വരയ്ക്കുമ്പോൾ -2 2 എന്ന് പറഞ്ഞ പോയിന്റ് അല്ലേ, അതെവിടെ വരും, സെക്കൻഡ് ക്വാഡ്രന്റ് വരും. അത് നോക്കുമ്പോൾ അവിടെ ആർഗ്യുമെൻ്റ് എന്താണ്, മോഡുലസ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് r e raised to i theta ആ ഫോമിൽ എഴുതാം. ഡിഫൈൻ നാച്ചുറൽ ലോഗരിതം ln of z ഓഫ് എ കോംപ്ലക്സ് നമ്പർ z. അപ്പോൾ ln of zൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ പഠിക്കുന്നതാണ്, അത് എഴുതുക. സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ് ഇഫ് f of z ഈസ് അനലറ്റിക് ഇൻ എ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ D, then the integral of f of z is independent of path in D. എന്താണ്, ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ അത് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, അത് ട്രൂ ആണ്. സ്റ്റേറ്റ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഫോർ ഡബ്ലി കണക്റ്റഡ് റീജിയൻ. അപ്പം കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ജനറൽ ആയിട്ടുണ്ട് ഡബ്ലി കണക്റ്റഡ് റീജിയൻ, അതായത് ഒരു ഫിഗറിനകത്ത് ഒരു സർക്കിൾ വരച്ചിട്ട് 2 കർവ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ മാർക്ക് വരുന്ന ആ രീതിയിൽ പഠിച്ചിട്ടുണ്ട്, അത് എഴുതുക. സ്റ്റേറ്റ് മൊറേറാസ് തിയറം. അപ്പോൾ ആ 4th മോഡ്യൂളിനകത്ത് സ്റ്റേറ്റ് മൊറേറാസ് തിയറം, സ്റ്റേറ്റ് ലൗലീസ് തിയറം, സ്റ്റേറ്റ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഓൾജിബ്ര, അങ്ങനെ പലതുണ്ട്. അപ്പോൾ അത് പഠിക്കുക. മൊറേറ തിയറം എന്ന് വെച്ചാൽ നമ്മുടെ കോഷീസ് ഇൻ്റഗ്രൽ തിയറത്തിൻ്റെ ഒരു കോൺവേഴ്സ് പാർട്ട് എങ്ങനെ ശരിയാകാമെന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ് മൊറേറാസ് തിയറം. ഓക്കെ, നമുക്കിനി 2020 പാർട്ട് എ ക്വസ്റ്റ്യൻസ് നോക്കാം. ഡിഫൈൻ ദ ഫോറിയർ സൈൻ സീരീസ്. അപ്പം നിങ്ങൾ ഫോറിയർ സൈൻ സീരീസ്, ഫോറിയർ കൊസൈൻ സീരീസ്, ഇതിൻ്റെ ഡെഫിനിഷനൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. വാട്ട് ഈസ് ദ ജനറൽ എക്സ്പ്രഷൻ ഫോർ ദ ലെജൻഡർ പോളിനോമിയൽ Pn ഓഫ് എക്സ് ഓഫ് ഡിഗ്രി n. അത് ജനറൽ എക്സ്പ്രഷൻ പഠിക്കുക. എന്നിട്ട് ചിലപ്പം P1 ഓഫ് എക്സ്, P2 ഓഫ് എക്സ് എക്സെട്ര P5 ഓഫ് എക്സ്, അതിൻ്റെ ഏതെങ്കിലുമൊക്കെ ചോദിക്കാം കേട്ടോ, മാറി. നെക്സ്റ്റ്, ഫൈൻ L ഇൻവേഴ്സ് ഓഫ് 1 by s സ്ക്വയർ പ്ലസ് 25. അതെന്താണ്, 1 by s സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഇക്വേഷനാണ്, 1 by s സ്ക്വയർ പ്ലസ് a സ്ക്വയറിൻ്റെ, അത് വെച്ച് ചെയ്യുക. ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ L ഓഫ് ഇൻ്റഗ്രൽ 0 to t f of t dt ആൻഡ് L ഓഫ് f of t, അതിൻ്റെ റിലേഷൻ എഴുതുക. അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ, റൈറ്റ് L ഓഫ് f of t by t ഇൻ ടേംസ് ഓഫ് ആൻ ഇൻ്റഗ്രൽ. വീണ്ടും കോംപ്ലക്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഫൈൻഡ് ദ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് z1 by z2 വെയർ z1 ഈസ് ഇക്വൽ ടു 2 പ്ലസ് 3i ആൻഡ് z2 ഈക്വൽ 1 പ്ലസ് i. അപ്പോൾ z1 z2 ഉണ്ട്. അപ്പോൾ z1 by z2 എന്ന് വെച്ചാൽ 2 പ്ലസ് 3i by 1 പ്ലസ് i ആണ്. അപ്പം 1 മൈനസ് ഐ കൊണ്ട് മേളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുക കോൺജുഗേറ്റ് കൊണ്ട്. എന്നിട്ട് അത് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്യുമ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ കിട്ടും. അതിൻ്റെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് എഴുതുക. നെക്സ്റ്റ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് i raised to 100 not 1. അപ്പം നമുക്ക് ഐയുടെ വാല്യൂ അറിയാം, i സ്ക്വയർ അറിയാം, i ക്യൂബ് അറിയാം, i raised to 4 അറിയാം. എന്നിട്ട് നമ്മൾ +1 പഠിക്കുന്ന i raised to 4k എന്താണ്, i raised to 4k plus 1 എന്താണ്, i raised to 4k plus 1 എന്ന് വെച്ചാൽ i ആണ്. അപ്പോൾ ഇതെന്തുവാ, ഇത് 101 എന്ന് വെച്ചാൽ എന്തു, 100 plus 1, അതായത് 4 × 25 plus 1, അതായത് i raised to 4k plus 1 ഫോം അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ i ആണ്. നെക്സ്റ്റ്, റൈറ്റ് ദ ഡി മൂവീസ് ഫോർമുല. എന്താ, cos θ plus
I sin theta the whole raised to n is equal to cos n theta plus I sin n theta എന്ന് പറഞ്ഞ ഇക്വേഷൻ അല്ലേ, അതാണ്. ഇവാലുവേറ്റ് I raised to 2i. അപ്പോൾ ഇതെന്താ ലോഗ് ഉപയോഗിച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ z is equal to z of t of the line segment with the n point z equal to 0 and z is equal to 1 plus 2i. അപ്പോൾ ഇത് നമ്മൾ നെക്സ്റ്റ് നോക്കുമ്പോൾ 0 എന്ന് വെച്ചാൽ 0 0, 1 plus 2i എന്ന് വെച്ചാൽ 1 2. അപ്പോൾ 0 0 തൊട്ട് 1 2 എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് രണ്ടിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം അതിൽ എക്സ് ഓഫ് ടി എന്താവും, വൈ ഓഫ് ടി എന്നാവും. അപ്പോൾ ഇസഡ് ഓഫ് ടി ഈസ് ഇക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് ഐ വൈ ഓഫ് ടി, ആ രീതിയിൽ എഴുതാൻ സാധിക്കും. സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ്. ഇഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ എഫ് ഈസ് അനലറ്റിക് അറ്റ് എ പോയിന്റ് ദെൻ ഇറ്റ്സ് ഡെറിവേറ്റീവ്സ് ഓഫ് ഓൾ ഓർഡേഴ്സ് ആർ ഓൾസോ അനലറ്റിക് അറ്റ് ദാറ്റ് പോയിന്റ്. ഇത് പഠിക്കുന്നതാണ്, ഇത് ട്രൂ ആണ്. സ്റ്റേസ് കോഷീസ് ഇൻഇക്വാളിറ്റി. അപ്പോൾ ഇതിനകത്ത് കോഷീസ് ഇൻഇക്വാളിറ്റി ഉണ്ട്, എം എൽ ഇൻഇക്വാളിറ്റി ഉണ്ട്. അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 2021 നടന്ന പരീക്ഷയുടെ പാർട്ട് എ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. കണ്ടോ, മുമ്പത്തെ ക്വസ്റ്റ്യനകത്ത് 4 ഇയർ സൈൻ സീരീസ് ആയിരുന്നു, ഇവിടെ 4 ഇയർ കോസൈൻ സീരീസ്. മുമ്പേ ലെജൻഡ് പോളിനോമിയലിൻ്റെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു P(0) തൊട്ട് P(5) വരെ ഒന്ന് പഠിക്കണം, ആ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. ഇനി ഫൈൻഡ് L(0). കണ്ടോ, L(0) ചോദിക്കുക, L(1) ചോദിക്കുക, L(t) ചോദിക്കുക, L(t square) ചോദിക്കുക. അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഇത് നമ്മൾ മുമ്പേ കണ്ട ക്വസ്റ്റ്യൻ ആ ടൈപ്പാണ്. റൈറ്റ് L of integral 0 to t f of t dt in terms of L of f of t. Write L of t square into f of t using the derivative of L of f of t. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത 2 ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടേ. മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതേ ക്വസ്റ്റ്യൻസ് ആണ്. Z1 Z2 ഉണ്ട്, അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട്. അതേപോലെ തന്നെ Z തന്നിട്ടുണ്ട്, 1/Zൻ്റെ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട്. മുമ്പേ തന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നെക്സ്റ്റ് ഡിഫൈൻ ദ ഡെറിവേറ്റീവ് ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ എഫ് അറ്റ് എ പോയിന്റ് Z. ഡെറിവേറ്റീവ് ലിമിറ്റ് Z ടെൻസ് ടു Z0, അതിൽ ആ ലിമിറ്റിൻ്റെ രീതിയിൽ അത് എഴുതിയാൽ മതി. ഫൈൻഡ് മോഡ് ഇ റൈസ് ടു Z വേർ Z ഈസ് ഇക്വൽ ടു 2 plus 3πi. അപ്പോൾ ഇ റൈസ് ടു 2 plus 3πi. അപ്പോൾ ഇ റൈസ് ടു 2a ഇൻറ്റു ഇ റൈസ് ടു 3πi ആണ് മോഡുലസ് കൊടുക്കുക. അപ്പോൾ ഇ സ്ക്വയർ ഇൻറ്റു മോഡ് ഇ റൈസ് ടു 3πi അത് തന്നെ വരും, നിങ്ങൾ പഠിക്കുന്നതാണ്. ഡിഫൈൻ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ, അത് പഠിക്കുന്നതാണ്. സ്റ്റേറ്റ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. ഇപ്പോൾ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഉണ്ട്, കോഷീസ് ഇൻ്റഗ്രൽ തിയറം ഉണ്ട്, ലൗലീസ് തിയറം ഉണ്ട്, മൊറേറാസ് തിയറം ഉണ്ട്, ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഓൾജിബ്ര ഉണ്ട്, എം എൽ ഇൻഇക്വാളിറ്റി ഉണ്ട്, കോഷി ഇൻഇക്വാളിറ്റി ഉണ്ട്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും പാർട്ട് എയിൽ ചോദിക്കുന്നത്. ഇനി നമുക്ക് പാർട്ട് ബിയിൽ നോക്കാം. ആദ്യമേ 2019 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഫൈൻഡ് ദ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു എക്സ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് പൈ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ ആൻഡ് ഡെഡ്യൂസ് ദ വാല്യൂ ഓഫ് പൈ സ്ക്വയർ ബൈ 12. നിങ്ങളെ ചെയ്യിപ്പിച്ച ക്വസ്റ്റ്യൻ ആയിരിക്കും, വളരെ ഈസിയാണ്, ചെയ്താൽ മതി കേട്ടോ. ഫോറിയർ സീരീസ് കണ്ടുപിടിക്കാനാണ്. അടുത്ത ഫോറിയർ കോസൈൻ സീരീസ് എഫ് ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു സൈൻ എക്സ് എക്സ് എലമെൻറ്റ് ഓഫ് 0π, അതും നിങ്ങളെ ചെയ്യിപ്പിച്ച ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇവാലുവേറ്റ് L ഇൻവേഴ്സ് ഓഫ് 4/z x+1 ഇൻറ്റു x+2. ലാപ്ലേസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ട്രൈ ചെയ്താൽ മതി. അതേപോലെ തന്നെ L of cos at, L of sin at യൂസിങ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം. അതായത് ഇ റൈസ് ടു at AIT എന്ത് cos at പ്ലസ് I sin at, ആ രീതിയിലാണ് അത് ചെയ്യുന്നത്, ലീനിയാരിറ്റി പ്രോപ്പർട്ടി. നെക്സ്റ്റ് ഫൈൻഡ് ആൻഡ് പ്ലോട്ട് ഓൾ ദ കോംപ്ലക്സ് റൂട്ട്സ് ഓഫ് 8i. അപ്പോൾ 8iയുടെ ക്യൂബ് റൂട്ട് അത് കണ്ടുപിടിക്കണം, അത് പ്ലോട്ട് ചെയ്യണം. അതും ടെക്സ്റ്റിലുള്ള പ്രോബ്ലമാണ്, നിങ്ങളെ ചെയ്യിപ്പിച്ച പ്രോബ്ലമാണ്. ചെക്ക് ദ അനറ്റിസിറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് ഈസ് ഇക്വൽ ടു ഇസഡ് ബാർ. അപ്പോൾ ഇസഡിനെ എക്സ് പ്ലസ് ഐ വൈ എന്ന് കൊടുക്കുക. ഇസഡ് ബാർ എന്താ, എക്സ് മൈനസ് ഐ വൈ. അത് ഇൻറ്റു ചെയ്യുമ്പോൾ എന്തോ സെഡ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അവിടെ എന്ത് യു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്, വി 0 ആണ്, യു എക്സ് വി വൈ ഒക്കെ സെയിം ആണോ നോക്കുക നമ്മുടെ CR ഇക്വേഷൻ വെച്ച്. നെക്സ്റ്റ് സൈൻ പൈ ഐയുടെ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ, അതിലെ ഒന്നാമത്തെ നമ്മൾ മുമ്പേ കണ്ട സെയിം ക്വസ്റ്റ്യൻ ആണ്.
line segment joining with the endpoints z is equal to 0 and z is equal to 1 plus 2i. അതേപോലെ തന്നെ z is equal to 1 minus i യും z is equal to 9 minus 5. അതായത് 1 minus 1 9 minus 5 എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റ്സിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റിന്റെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ. അത് x ഓഫ് ടി കണ്ടുപിടിക്കുക, y ഓഫ് ടി കണ്ടുപിടിക്കുക, എന്നിട്ട് z ഓഫ് ടി എന്ന് വെച്ചാൽ x ഓഫ് ടി പ്ലസ് i y ഓഫ് ടി. Find an upper bound for the absolute value of the integral over c dz by z square minus 1 where c is the arc of the circle mod z is equal to 2 from z is equal to 2 to z is equal to 2i that lies in the first quadrant. അപ്പോൾ നിങ്ങൾ ML ഇൻഇക്വാളിറ്റി ഉപയോഗിച്ചാണ് അത് ചെയ്യേണ്ടത്. 2020 പാർട്ട് ബി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. Find the Fourier series expansion of f of x is equal to pi by 2 plus x when pi minus pi less than x less than 0 and pi by 2 minus x when 0 less than x less than pi with f of x plus 2 pi is equal to f of x. അതായത് പീരീഡ് 2 pi വരുന്ന രീതിയിൽ നിങ്ങളെ ചെയ്യിപ്പിച്ച ക്വസ്റ്റ്യൻ ആയിരിക്കും. Solve the differential equation y dash minus y equal to 0 by power series method. അതായത് yക്ക് നമ്മൾ പവർ സീരീസ് a0 plus a1x plus a2x square plus etc എന്ന് കൊടുക്കുന്നു. അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് y dash. അപ്പോൾ a0 plus 2a2x അങ്ങനെ ചെയ്യുക. എന്നിട്ട് അത് ഇക്വേറ്റ് ചെയ്യുക, കാരണം അത് മൈനസ് ചെയ്യുമ്പോൾ 0 അല്ലേ. എന്നിട്ട് a0 equal a1 അങ്ങനെയൊക്കെ നമുക്ക് കിട്ടും. അത് ചെയ്താൽ മതി. e⁻x ആണെന്ന് തോന്നുന്നു ആൻസർ. ചെയ്താൽ മതി, പെട്ടെന്ന് കിട്ടുന്നതാണ്. Get a reduction formula of L of t raised to n, hence or otherwise find L of t raised to n when n is a positive integer. നിങ്ങളെ ചെയ്യിപ്പിച്ച ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. L of t raised to n ൻ്റെ സോൾവ് y ഡബിൾ ഡാഷ് പ്ലസ് a സ്ക്വയർ y ഈക്വൽ ടു 0 വിത്ത് y of 0 is equal to a and y dash of 0 is equal to b using Laplace transform. ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ y ഡാഷ് y ഡബിൾ ഡാഷ് ഒക്കെ വെച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ചെയ്യുക. സോൾവ് ദ ഇക്വേഷൻ z റൈസ് ടു 4a പ്ലസ് z is equal to 0. പല രീതിയിൽ ചെയ്യാം. ഇസഡിന് x പ്ലസ് y കൊടുത്ത് ചെയ്യാം. നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. ചെക്ക് ദ അനലിറ്റിസിറ്റി ഓഫ് i ബൈ z റൈസ് ടു 5. അപ്പോൾ ഇസഡിന് x പ്ലസ് y കൊടുത്തിട്ട് കോഞ്ചുഗേറ്റ് കൊണ്ട് മേളിലും താഴെ ഇൻറ്റു ചെയ്ത് യുവും വി എഴുതി CR ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാം. Find the image of the vertical line x is equal to x naught in the complex plane under the mapping e raised to z. അപ്പോൾ e raised to z വെർട്ടിക്കൽ ലൈനെ എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു, ഹൊറിസോണ്ടൽ ലൈനെ എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു, അങ്ങനെ കുറേ മാപ്പിംഗ് ഉണ്ടല്ലോ. സൈൻ എക്സ്, സൈൻ ഇസഡ്, കോസ് ഇസഡ്. അപ്പോൾ അതൊക്കെ വെർട്ടിക്കൽ ലൈനെ എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു, ഹൊറിസോണ്ടൽ ലൈനെ എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു, അതൊക്കെ നിങ്ങൾ പഠിക്കുന്നതാണ്. അത് ജസ്റ്റ് മനസ്സിലാക്കി പഠിക്കുക, എഴുതുക. Evaluate integral over c z conjugate dz where z is the right hand half of the circle mod z equal to 2 and z is equal to minus 2 pi to z is equal to 2i. mod z is equal to 2 അതിലെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ആ സെമി സർക്കിളാണ് നമ്മുടെ റീജിയന് mod z. അത് ചെയ്യുക. അതിനകത്ത് അനലിറ്റിക് ആണോ, അനലിറ്റിക് ആകുമ്പോൾ ഡയറക്റ്റ് 0 എന്നൊക്കെ പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അടുത്ത് ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ c z സ്ക്വയർ മൈനസ് 1 ബൈ z സ്ക്വയർ പ്ലസ് 1 dz യൂസിങ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല വെയർ c ഈസ് എ സർക്കിൾ മോഡ് z ഈസ് ഈക്വൽ ടു ഹാഫ്. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ z സ്ക്വയർ ഈക്വൽ ടു 1, അപ്പോൾ z ഐയും മൈനസ് ഐയും വരുന്നു. പക്ഷേ ഇതിന് വെളിയിലാണ്, ഇതിനകത്തല്ല, അനലിറ്റിക്കാണ്. കുഴപ്പമില്ല. അപ്പോൾ അത് പെട്ടെന്ന് കിട്ടുക, അത് 0 എന്ന് ആൻസർ കിട്ടുമെന്ന് തോന്നുന്നു. 2021 പാർട്ട് ബി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. Find the Fourier series expansion of f of xi is equal to pi minus x by 2 when x 0 less than x less than 2 pi. f of x plus 2 pi is equal to f of x. Deduce that pi by 4 equal 1 minus 1 by 3 plus 1 by 4 minus 1 by 7. അങ്ങനെ അത് Fourier series എക്സ്പാൻഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പാർട്ട് ബിയിലെ ഒന്നാമത്തെ ചോദ്യം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും കണ്ടു, Fourier series എക്സ്പാൻഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ എക്സ്പാൻഡ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പൈ എക്സ് മൈനസ് എക്സ് സ്ക്വയർ വെൻ എക്സ് എലമെൻറ്റ് ഓഫ് 0 പൈ ഇൻ ദ Fourier കൊസൈൻ സീരീസ്. എൽ ഇൻവേഴ്സ് ഓഫ് എസ് മൈനസ് എ ബൈ എസ് സ്ക്വയർ എ ഇൻറ്റു എസ് പ്ലസ് എ.
solve y double dash plus 4y equal to 0 the condition applying Laplace transform. Same question ആണ് മുമ്പേ കണ്ടത്. Show that mod z1 plus z2 less than or equal to 3 where z1 equal to 1 by 2 minus root 3 by 2i and z2 equal root 3 by root 2 minus 1 by root 2i. അപ്പോൾ z1 പ്ലസ് z2 ആണ്, രണ്ടും കൂടെ സം ചെയ്യുക, എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ മോഡുലസ് ചെയ്യുക, അത് ലെസ് ആൻ ഓർ 3 കിട്ടും. പിന്നെ ഒരു കാര്യം, മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചോയ്സ് അനുസരിച്ച് ആദ്യമേ എഴുതുക, ലാസ്റ്റ് ഒരു 10 മിനിറ്റ് എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ബാക്കി ചെയ്യാത്തതെല്ലാം എഴുതണമെന്ന് വെച്ചാൽ അറ്റൻഡ് എങ്കിലും ചെയ്യണം. ക്വസ്റ്റ്യൻ പേപ്പർ 25 ചോദ്യമുണ്ട്, ആ 25 ചോദ്യത്തിൻ്റെ ആൻസറും അവിടെ അറ്റൻഡ് ചെയ്യണം. ഏതെങ്കിലും ക്വസ്റ്റ്യൻ തെറ്റോ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഒരു പാടോ ആണെങ്കിൽ ചിലപ്പോൾ സ്കീമിനകത്ത് എനി അറ്റംപ്റ്റ് എനി റീസൺ ഓഫ് അറ്റൻഡ് എന്നൊക്കെ പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് എന്തെങ്കിലുമൊക്കെ അറ്റൻഡ് ചെയ്താൽ മാർക്ക് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ ഇടാതെ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ അതിൻ്റെ മാർക്ക് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങളത് എഴുതാതിരിക്കുകയും നിങ്ങളുടെ കൂട്ടുകാർ അത് എഴുതുകയും ചെയ്താൽ അവർക്ക് നല്ല മാർക്ക് കിട്ടും, നിങ്ങൾക്ക് മാർക്ക് കുറയും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും 25 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. ആദ്യമേ ഓപ്ഷൻ അനുസരിച്ച് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ടിക്ക് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ എഴുതിയിട്ട് ലാസ്റ്റ് ഒരു 10 മിനിറ്റ് സമയം എടുത്ത് ബാക്കി എഴുതാത്തതെല്ലാം എഴുതണം. അല്ലാതെ 3 മണിക്കൂറിൻ്റെ പരീക്ഷയ്ക്ക് ഒരു 1.5 മണിക്കൂർ ആകുമ്പോഴേ ഓപ്ഷൻ അനുസരിച്ചെല്ലാം എഴുതിയെന്നും പറഞ്ഞ് വെളിയിറങ്ങി പോകരുത്. എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തിട്ടേ വെളിയിലിറങ്ങാവൂ. എക്സ്പെഷ്യലി മാത്സിൻ്റെ പരീക്ഷ. വേറെ സബ്ജക്റ്റ് ഒന്നും ഞാൻ പറയുന്നില്ല, മാത്സിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, ഫൈൻഡ് ഓൾ ദ റൂട്ട്സ് ഓഫ് ദ ക്യൂബ് റൂട്ട് ഓഫ് 1 plus i. ഫൈൻഡ് ദ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് cos h ഇൻറ്റു -3a minus 6i. ഫൈൻഡ് ആൻ അപ്പർ ബൗണ്ട് ഫോർ ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദ ഇന്റഗ്രൽ ഓവർ c z square dz where c is the straight line segment from 0 to 3 plus 4i. ml inequality ഉപയോഗിച്ച് ചെയ്യുക. ഇവാലുവേറ്റ് integral over c e raised to z by z minus 1 the whole square into z square plus 4 dz. c is the circle, mod z is equal to 3 by 2. അപ്പോൾ ഇവിടെ റൂട്ട് വരുന്ന z is equal to 1 1 2i minus 2i. അതിലെ 2i minus 2i ഈ സർക്കിളിന് വെളിയിലാണ്. അപ്പോൾ അകത്ത് വരുന്നത് ഇത് രണ്ടും മാത്രമേ ഉള്ളൂ, 1 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ആ ചെയ്യുന്ന രീതിയിൽ ഈ z സ്ക്വയർ പ്ലസ് 4 കൂടെ മേളിൽ വരുന്ന രീതിയിൽ എഫ് ഓഫ് എസ് എഴുതാം. എന്നിട്ട് കോഷീസ് ഇൻ്റഗ്രൽ ഫോമിൽ ഉപയോഗിച്ച് അത് ചെയ്യാം. ഇനി നമുക്ക് പാർട്ട് സി എസ് എ ക്വസ്റ്റ്യൻസ് നോക്കാം. 2019 ഡിറൈവ് ദ റോഡ്രിഗസ് ഫോർമുല പി എൻ ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു 1 by 2 raised to n n ഫാക്ടോറിയൽ ഡി എൻ എ ബൈ ഡി എക്സ് റേസ് ടു എൻ എ ഇൻറ്റു എക്സ് സ്ക്വയർ എ മൈനസ് 1 ദ ഹോൾ റേസ് ടു എൻ. അപ്പം ചിലപ്പോൾ ആ ഫോർമുല എഴുതാനായിരിക്കും, ഇവിടെ ആ ഫോർമുല ഡിറൈവ് ചെയ്യാനാണ്. എന്നിട്ട് ആ എക്സ്പ്രഷൻ്റെ പി നോട്ട് ഓഫ് എക്സ്, പി 1 ഓഫ് എക്സ് എക്സെട്ര പി 5 ഓഫ് എക്സ് അത് കണ്ടുപിടിക്കാനുള്ള ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചത്. സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ യൂസിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം. y double dash plus 2y dash plus y equal to e raised to minus t with y of 0 is equal to -1 and y dash of 0 is equal to 1. y double dash plus a square y equal to 0 given y of 0 equal a and y dash of 0 is equal to b. അപ്പോൾ അത് ചെയ്ത് പഠിക്കും ഈ രണ്ട് ക്വസ്റ്റ്യൻസ് കേട്ടോ. ചെക്ക് വെദർ ദ ഫംഗ്ഷൻ u is equal to x square plus y square is harmonic or not. If yes, find a corresponding analytic function f of x. അപ്പോൾ u ഹാർമോണിക് ആണ്. അപ്പോൾ യു എക്സ് കണ്ടുപിടിക്കുക, യു വൈ കണ്ടുപിടിക്കുക, യു എക്സ് എക്സ് കണ്ടുപിടിക്കുക, യു വൈ വൈ കണ്ടുപിടിക്കുക. യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ചെയ്യുമ്പോൾ 0 കിട്ടണം. കിട്ടുവാണെങ്കിൽ അനലിറ്റിക്. ഇവിടെ ഇപ്പം കിട്ടത്തില്ല, അപ്പോൾ അത് അനലിറ്റിക് അല്ല. അത്ര എഴുതി വെച്ചാൽ 15 മാർക്ക് കിട്ടും. അനലിറ്റിക് ആണെങ്കിൽ മാത്രമേ ബാക്കി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് അനലിറ്റിക് അല്ല, അതുകൊണ്ട് നമുക്ക് ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്ന് എഴുതി വെച്ചാൽ 15 മാർക്ക് കിട്ടും. ഇനി ഇത് ഹാർമോണിക് ആണ് എങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണെങ്കിൽ ഹാർമോണിക് ആണ് എങ്കിൽ ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹാർമോണിക്കിൻ്റെ ക്വസ്റ്റ്യൻ എസ് ഐക്ക് ചോദിക്കുന്നതാണ്, ഫുൾ മാർക്ക് കിട്ടാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലുള്ള എല്ലാം എഴുതി പഠിക്കണം. അത് ചോദിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, ഇൻ്റഗ്രേറ്റ് ദ ഫംഗ്ഷൻ z square by 2z minus 1 the whole cube in the counterclockwise sense around the circle mod z is equal to 1. അപ്പോൾ ഇത് z minus 1 by 2 the whole cube. ഇവിടെ ഒരു 2 ക്യൂബ് കോമൺ എടുത്താൽ z minus 1 by 2 the whole cube ആവും.
അപ്പോൾ z²/8 ന്യൂമറേറ്റർ എഫ് ഓഫ് എക്സ് ആവും. മറ്റേ z-1/2 ദ ഹോൾ ക്യൂബ്. ആ 1/2 ഈ സർക്കിളിനകത്താണ്. അപ്പോൾ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഉപയോഗിച്ച് അത് ചെയ്യാം. f' ഓഫ് എക്സ്, f" ഓഫ് എക്സ് ഒക്കെ കണ്ടുപിടിച്ച് അത് ചെയ്യാം. 2020 പാർട്ട് സി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ എഫ് ഓഫ് എക്സ് is equal to e⁻x x element of 0 to pi where the function is of period 2π ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യനും എളുപ്പമാണ്. ഇവാലുവേറ്റ് എൽ ഓഫ് ടി കോസ് എ ടി ആൻഡ് എൽ ഓഫ് ടി സൈൻ എ ടി ബൈ ഡിഫറൻസിയേഷൻ മെത്തേഡ്. അടുത്ത് കണ്ടു ഹാർമോണിക്കിൻ്റെ. വെരിഫൈ ദാറ്റ് യു ഈക്വൽ x² - y² - y is harmonic or not in the entire complex plane. Find a conjugate harmonic function v of u. Also find the corresponding analytic function f of z. അടുത്ത ക്വസ്റ്റ്യൻ. വെരിഫൈ കോഷീസ് ഇൻ്റഗ്രൽ തിയറം for the integral of e⁻z taken over the boundary of the triangle with the vertices 0, 0, 2, 0, 0, 2 in the counter clockwise direction. ജസ്റ്റ് നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ആ പോയിന്റ് വെച്ച് ഫിഗർ ഒന്ന് വരയ്ക്കുക. ഇവിടെ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ ഐസോസിലസ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ് കിട്ടുന്നത്. എന്നിട്ട് ആ ട്രയാങ്കിളിൻ്റെ അകത്താണോ അതിനകത്ത് അനലിറ്റിക്സ് നഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. 2021 സോൾവ് യൂസിങ് പവർ സീരീസ് മെത്തേഡ് 1 + x × y' = y. പവർ സീരീസ് മെത്തേഡ് അറിയാലോ. വൈക്ക് നമ്മൾ a0 + a1x + a2x² + എക്സെട്ര കൊടുത്ത് പിന്നെ y' കണ്ടുപിടിച്ച് അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യനും. y" = 4y. അടുത്ത L ഇൻവേഴ്സ് ഓഫ് 4s + 1/s² - 16 L ഇൻവേഴ്സ് ഓഫ് 4s + 1 × s + 2 അതും ചെയ്യുക. അടുത്ത കണ്ടോ വീണ്ടും ഹാർമോണിക്കിൻ്റെ. ചെക്ക് വെദർ v is equal to -e⁻ x sin y is harmonic or not. If yes, find the corresponding analytic function. കണ്ടോ 3 ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ മൂന്നാമത്തെ എസ് എ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഹാർമോണിക്കിൻ്റെ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും പഠിക്കണം. Show that integral over c 1/z dz is equal to 2πi where c is a unit circle with the center origin. Does that contradicts Cauchy's integral theorem? Justify your answer. അപ്പം ഇത് നിങ്ങളെ ചെയ്യിപ്പിച്ച ക്വസ്റ്റ്യൻ ആയിരിക്കും. നിങ്ങളത് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ 2017 അഡ്മിഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ആദ്യമേ നമ്മൾ കണ്ടത്. 2017 അഡ്മിഷൻ്റെ ആദ്യമായിട്ട് നടന്ന ക്വസ്റ്റ്യൻ ആണ് മെയ് 2019. അടുത്ത വർഷം 2018 ബാച്ചിൻ്റെയാണ് 2020 മാർച്ചിൽ നടന്ന പരീക്ഷ. പക്ഷേ മാർച്ചിലാണെങ്കിൽ ലോക്ക്ഡൗൺ വന്ന് അതിച്ചിരി താമസിച്ച് ജൂലൈ മാസത്തിലാണ് നടന്നത്. ഇനി 2021 നടന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടുണ്ട്. 2021 ഇപ്പോഴല്ലയോ നടക്കാൻ പോകുന്നേ ഉള്ളല്ലോ. 2019 അഡ്മിഷൻ്റെ 4th സെം നടക്കാൻ ഉള്ളതെന്ന് ഒരു ഡൗട്ട് വന്നു. പക്ഷേ ഇത് നടന്നത് എന്താണെന്നറിയോ? 2017 2018 അഡ്മിഷൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് സപ്ലി റീഅപ്പിയറൻസ് പരീക്ഷ സെപ്പറേറ്റ് ആയിട്ട് നടത്തിയില്ലേ ഏപ്രിൽ, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. യഥാർത്ഥത്തിൽ 2019 അഡ്മിഷൻ്റെ കൂടെ നടക്കേണ്ട പരീക്ഷയാണ്. പക്ഷേ അവർക്ക് റിസൾട്ട് താമസിക്കുമെന്നും പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് നേരത്തെ നടത്തിയതാണ്. അപ്പോൾ നിങ്ങൾ ഈ 3 ക്വസ്റ്റ്യൻ പേപ്പറും ഇതിൻ്റെ ആൻസേഴ്സ് ട്രൈ ചെയ്യുക. സമയം കിട്ടുമ്പോഴൊക്കെ പഠിക്കുക. ബാക്കി സബ്ജക്റ്റ് ഇംഗ്ലീഷും നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റ് കോംപ്ലിമെൻ്ററിയും സെക്കൻഡ് ലാംഗ്വേജും ഒക്കെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കണം. ഇപ്പോൾ കോവിഡ് സ്പെഷ്യൽ പാറ്റേൺ ആയതുകൊണ്ട് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നല്ല മാർക്ക് എല്ലാവരും വാങ്ങിക്കണം. എല്ലാവരും 4th സെമ്മിന് ജയിക്കണം. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.